അപ്പോൾ ഇതിലേക്ക് കടക്കാനുള്ള രണ്ടാമത്തെ വഴിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ് പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതർക്കും ലൈഫ് ടോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒത്തിരി ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ അടിപൊളി ഒരു ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മലയാളിക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട നൊസ്റ്റാൾജിയ സമ്മാനിക്കുന്ന ഒരു നാച്ചുറലായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ഫുഡ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. പൂട്ടി ഫ്രൈ. പൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളിക്കിപ്പോൾ കിട്ടാനില്ലാത്തൊരു അടിപൊളി ഡിഷാണ്. പണ്ടൊക്കെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കഴിച്ചിരുന്ന ഒരു ഡിഷാണ്. അത് നമ്മൾ നിങ്ങൾക്കായിട്ട് വളരെ കുറഞ്ഞൊരളവാണ് എങ്കിലും വീട്ടിലൊക്കെ ചെയ്ത് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. നല്ല ഡിഷാണ്, നല്ല ഹെൽത്ത്ഫുള്ളായിട്ടുള്ളൊരു ഫുഡാണ്. ഒത്തിരി പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. പ്രിയപ്പെട്ട എല്ലാവരും വീഡിയോയിലേക്ക് കടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരെയും നമ്മുടെ ഈ അടിപൊളി ഫുഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. നമ്മുടെ പോട്ടിയുടെ പാചകത്തിലേക്ക് കിടക്കാം. നമ്മൾ 1 കിലോ പോട്ടിയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കിലോ പോട്ടി നമുക്ക് എങ്ങനെ അത് വാഷ് ചെയ്ത് എടുക്കണമെന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിലാണ് നമ്മളിത്, ഉള്ളിലെ സംഗതി ആയതുകൊണ്ട് നല്ല തിളപ്പിച്ച വെള്ളമാണ്. ആ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 3 തവണ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം ഒരു നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 4 തവണ, മൊത്തം 7 തവണ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ മാലിന്യം എല്ലാം പോയിട്ടുണ്ട്. കൂട്ടത്തിൽ കഴുകിയ കൂട്ടത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രൈമറി ആയിട്ട് കുറച്ച് മഞ്ഞളായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വാഷ് ചെയ്തെടുത്ത ഈ പോട്ടിയാണ് 1 കിലോ. ഇനി നമുക്ക് നമ്മുടെ ഈ പോട്ടിക്ക് ആവശ്യമായിട്ടുള്ള മല്ലി, മുളക് മുതലായവ സംഗതികളൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് വറുത്ത് എടുക്കണം. ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ, ഒത്തിരി വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, ഒരു സ്പൂണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഈ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ മല്ലിയും മുളകും ഒക്കെ ഒന്ന് വറുത്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒഴിച്ച വെളിച്ചെണ്ണയിലേക്ക്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 കൈ മല്ലിയുണ്ട്. റോ മല്ലിയാണ് നമ്മൾ എടുക്കുന്നത്, പൊടിച്ച് എടുത്തതൊന്നുമല്ല, നമ്മൾ മല്ലി തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 15 ഉണക്കമുളക്, വറ്റൽമുളക് ഞെടുപ്പ് കളഞ്ഞിട്ടതും കൂടി നമുക്ക് ചെറിയ തീയിൽ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എന്ത് സാധനം നമ്മൾ വറുത്തെടുക്കുമ്പോഴും അതിൻ്റെ പാകത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത്. അതിന് നല്ലൊരു സ്മെല്ല് വരും, നല്ലൊരു കളറ് വരും. കളറ് ബ്രൗൺ നിറം, സ്മെല്ല് നല്ലൊരു സ്മെല്ല്. അപ്പോൾ ഇത് നമ്മൾക്ക് അറിയാൻ കഴിയുമ്പോൾ തന്നെ അത് പാകമായെന്ന് കൂട്ടാം. ഇതിലേക്ക് നമുക്കൊരു 2-3 വെളുത്തുള്ളിയും 2-3 തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വറുത്ത് ഒന്ന് ചെറിയ വെള്ളത്തിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത്. കുഴമ്പ് പരുവത്തിനാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. നമുക്ക് പാകമായിട്ടുണ്ട്, നല്ല ബ്രൗൺ നിറവും ആയിട്ടുണ്ട്, നല്ലൊരു മണവും കൂടി വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. നമുക്ക് ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം അധികം ഒഴിക്കണ്ട. ഉണ്ടോ, നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കുഴമ്പ് പരുവത്തിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പോട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. ഉപ്പ് തരിയല്ല, വെള്ളമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 സ്പൂണ് ഉപ്പുണ്ട്, അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. വെള്ളം നമുക്കത് കുഴയ്ക്കുമ്പോൾ ആവശ്യമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത്. കരിവേപ്പില, ഒരു നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഒരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് എത്ര വേണ്ട എടുക്കാം, കുറഞ്ഞു പോകാതിരുന്നാൽ മതി. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ്. മഞ്ഞൾ നമ്മളവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഇത്ര എടുത്താൽ മതി. കുരുമുളക് പൊടി നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു 3 ടീസ്പൂണാണ് ആവശ്യം. ഗരം മസാല, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കറുവാപ്പട്ട, ഗ്രാമ്പു, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. പിന്നെ തേങ്ങ, അരമുറി തേങ്ങയാണ്, നല്ല വിളഞ്ഞ തേങ്ങയാണ് നമ്മൾ കൊത്തിയെടുത്തിരിക്കുന്ന 1 ഇഞ്ച് വലിപ്പത്തിൽ. ഇത് എത്ര വേണമെങ്കിലും എടുക്കാം. ഇഞ്ചി ഒരു ചെറിയ പീസാണ്, അത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. തീരെ കരിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കരുത്, കാരണം ആ പീസിന് ഒപ്പിച്ചുള്ള വലിപ്പത്തിന് വേണം കിടക്കാൻ. അതിന് വേണ്ടി നമുക്ക് നീളത്തിൽ കണ്ടിച്ചെടുക്കാം. ഇനി ചെറിയുള്ളി, എന്ത് ഇറച്ചികൾക്കും ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചെറിയുള്ളി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ചെറിയുള്ളി ഒരു 50 ഗ്രാമുണ്ട്, പകുതി പൊളന്നത് ആണ് നമുക്ക് ആവശ്യം.
നമ്മുടെ പോട്ടി കഴുകി റെഡിയാക്കിയ പോട്ടി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കാം. നടുവേ പിളർന്ന് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം മിച്ചമുണ്ട്. ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അരമുറിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണോ അങ്ങനെ നിങ്ങൾക്ക് കൂടുതലെടുക്കാം. കുറഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതലെടുത്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ഇടാം 1 സ്പൂണ്. കുരുമുളക് പൊടി തരിയായിട്ട് പൊടിച്ചതാണ്. അത് നമ്മൾ ഒരു 3 സ്പൂണ് ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ലാണ് നമ്മുടെ പോട്ടി റെഡിയായി വരുമ്പോൾ മുൻപിൽ നിൽക്കേണ്ടത്. അപ്പോഴതിൻ്റെ ആ ഒരു ഇറച്ചിയുടെ മണമൊക്കെ മാറിക്കിട്ടും. നല്ലൊരു സ്മെല്ലുണ്ടാകും. 3 സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ മസാലകളെല്ലാം പൊടിച്ചു വെച്ചിരിക്കുന്നത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാല പോലെ തന്നെ നമ്മൾ പൊടിച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ആ മുളക്, മല്ലി, അല്പം തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഈ പേസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ പോട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നമ്മൾ തരിക്ക് പകരം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില അതും നമുക്കിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ വെള്ളമായിട്ട് എടുത്തത് അത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം കൂട്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതി. പൊടിയിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അത് ചേർക്കാൻ സാധിക്കും. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പോട്ടിയിലേക്ക് ഈ മസാലകളെല്ലാം പിടിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഉള്ളിയുടെയും തേങ്ങയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ സ്മെല്ലും അതിൻ്റെ ആ നീരും ഒക്കെ ആ ഓരോ കഷണങ്ങളിലും നന്നായിട്ട് ചേർന്ന് പിടിക്കുമ്പോഴാണ് നമ്മുടെ പോട്ടി അടിപൊളിയായി മാറുന്നത്. ഏത് ഇറച്ചിയായാലും നമ്മൾ വേവിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി കൂടും. പോട്ടീനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈ മസാല പിടിച്ചതിന് ശേഷം എത്ര സമയം വെക്കുന്നോ അത്രയും അത് നല്ല രുചികരമാകും. അതുപോലെ തന്നെ പോട്ടി ഓരോ ദിവസം കഴിയും തോറുമാണ് അതിൻ്റെ രുചി കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് എടുക്കണം. കടുക് പൊട്ടിച്ചെടുക്കാൻ ഇതിന് തന്നെ നമ്മുടെ ഈ പോട്ടിക്ക് തന്നെ ആവശ്യത്തിന് നെയ്യും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല. അതിന് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിന് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ കടുകുണ്ട്, ഒരു 3 വറ്റൽമുളക് ഉണ്ട്, അല്പം കറിവേപ്പിലയുണ്ട്. ഇത്രയാണ് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടത്. അപ്പോൾ ചീനച്ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് ചൂട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ തീയിട്ടാൽ മതി. 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്, മറ്റെണ്ണയൊന്നും എടുക്കരുത്. കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കലാണല്ലോ മലയാളിയുടെ ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടുന്ന ഏറ്റവും പ്രധാന സംഗതി. അപ്പോൾ ആ പടപടാന്ന പൊട്ടുന്ന ശബ്ദം കുഞ്ഞുനാളിൽ അമ്മച്ചിയൊക്കെ അടുത്ത് പോയെന്ന് നമ്മൾ കടുക് പൊട്ടുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കാം, അമ്മച്ചി എന്തായി ചട്ടിക്കകത്ത് കിടന്ന് ഇങ്ങനെ പൊട്ടുന്നതെന്ന് ഒന്ന് കേൾപ്പിക്കാം. ചട്ടി കിടന്ന് കടുക് പൊട്ടുന്ന ആ നല്ല പടപടാന്നുള്ള ശബ്ദം. അപ്പോൾ നമ്മുടെ പൂട്ടി അവിടെ റെഡിയായി വരുന്നുണ്ട്. ആ പൂട്ടി അവിടെ അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3/4 മണിക്കൂർ നേരമാണ് അത് വേവിക്കേണ്ടത്. നന്നായിട്ട് വെന്തെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് കൂടുതൽ സമയം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വെന്ത് പോയാലും അതിൻ്റെ രുചി പോകും. ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു 3/4 പരുവത്തിന് വെന്ത് നിൽക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ വലിപ്പത്തിലാണ്, കട്ടി കുറഞ്ഞ് അരിഞ്ഞതാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 3 വറ്റൽമുളക് നടുവേ മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ തീ കൊടുത്താൽ മതി. ഒത്തിരി തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ കരിവില് രുചിയായി പോകും. ഈ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ കട്ടി കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഒന്ന് പാകമായി വരും. ഉള്ളിയും ഈ എല്ലാം പാകമായി വരുന്നതിൻ്റെ ടെക്നിക്ക് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. നല്ലൊരു സ്മെല്ല് വരും. ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്കൊക്കെ അതൊരു അനുഭവമാണ്, പാഠമാണ്, ഓർത്തിരിക്കേണ്ട ഒരു ടിപ്പാണ്. ഏത് പറക്കുമ്പോൾ പാകമാകുന്നതിൻ്റെ സ്മെല്ലും നിറവും, ബ്രൗൺ നിറം, നല്ല സ്മെല്ല്, ഇതാണ് അതിൻ്റെ പാകം. അപ്പോൾ
പാകത്തിലേക്ക് എത്തി വരുന്നിട്ടുണ്ട്. നമ്മുടെ പോട്ടി അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകമായ ഉണ്ടോ, ഇതിലേക്ക് നമുക്ക് നമ്മുടെ പോട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് സ്ലോ തീയിൽ നന്നായിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ അതിനകത്തെ ആ നെയ്യുടെ അംശവും എണ്ണയുടെ അംശവും വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റി നല്ല ഒരു കുറുകിയ പരുവത്തിലേക്ക് എത്തും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ ഒരു ചെറിയ തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാൻ സാധിക്കും. പെട്ടെന്ന് നമുക്ക് കഴിക്കാനാണെങ്കിൽ ആ തിക്ക് ഗ്രേവിയിൽ എടുക്കാം. ഒരു ദിവസമോ 2 ദിവസമോ വെച്ച് കഴിക്കാനാണെങ്കിൽ അത് നമ്മളെടുത്ത് ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ് നല്ല ഡ്രൈ ആയി വരും. പോട്ടി എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ചൂടായി ഓരോ ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് അതിൻ്റെ രുചി കൂടുന്നത്. ഇരട്ടി മധുരം പോലെയാണ്. ഇരട്ടി മധുരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചവയ്ക്കും തോറും മധുരം കൂടും. ഇതുപോലെയാണ് പൂട്ടി ഓരോ ദിവസം കഴിഞ്ഞെടുത്ത് ചൂടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ രുചി കൂടി വരുന്നത്. അപ്പോൾ നമ്മുടെ പൂട്ടി നല്ല വെള്ളമൊക്കെ പറ്റി കടുവൊക്കെ പൊട്ടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്കിതൊരു 10-15 മിനിറ്റ് നേരം നല്ല തീ ഇവിടെ കൂട്ടി കൊടുക്കാം. കുറഞ്ഞ തീ ഇടണമെന്നില്ല. നല്ല തീ കൂട്ടി കൊടുക്കുമ്പോൾ വേഗം അതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റി കുറുകി നല്ല പരുവത്തിനാകും. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മുടെ പൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ വെച്ച് നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. തിക്ക് ഗ്രേവിയിൽ വന്നിട്ടുണ്ട്. ഗ്രേവി ഇല്ലയെന്ന് തന്നെ പറയാം, ചെറിയ ഗ്രേവിയുണ്ട്. ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ സാധിക്കും. കപ്പയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. ഉണ്ടോ, അപ്പോൾ ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എരിവിന് ഇനി കൂടുതൽ എരിവ് വേണ്ടവർക്ക് 2 പച്ചമുളകും കൂടെ നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം. ആ സവാളയൊക്കെ ഇട്ടൊന്ന് റൗണ്ടിൽ അലങ്കരിക്കാം. പിന്നെ തക്കാളിയോ അങ്ങനെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിന് അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു ഫുഡ് തന്നെ, ഈ പോട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു തനതായ രുചിയുള്ള ഒരു ഭക്ഷണമാണ്. അപ്പം അതിന് ഒത്തിരി സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ ഒരു സ്റ്റഡി ഫുഡാണ്. അപ്പോൾ രണ്ടാമത്തെ വഴി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ വഴി ആരും പറയാത്ത വഴിയാണ്. പഠിച്ചാൽ നമുക്ക് വളരെ വേഗം ഹൃദയത്തിലേക്ക് കിടക്കാം. വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. സിമ്പിളായിട്ടുള്ളൊരു ഫുഡാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഈ മാസം മുഴുവൻ നമ്മൾ അടിപൊളി റെസിപ്പിയുടെ ഘോഷയാത്രയാണ് നമ്മുടെ ഈ LifeTones ചാനലിൽ. കാത്തിരിക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട്. ഏറ്റവും സ്നേഹത്തോടെ ബൈ.